ഹായ് ഫ്രണ്ട്സ്, എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ആമുഖത്തെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖത്തിന്റെ പ്രധാന ലക്ഷ്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിനെ പിന്നീട് ആമുഖമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നിങ്ങനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അത് 1976-ലെ 42-ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ്. അതിൽ സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ഐക്യം എന്നത് മാറ്റി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയിട്ടുമുണ്ട്. അതുപോലെ ആമുഖത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് NA പൽക്കിവാല, ഭരണഘടനയുടെ ആത്മാവ് എന്ന് ഹിദായത്തുള്ള, ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ANS ബാർക്കർ ആണ്. അതുപോലെ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എങ്കിൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ.